പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. നമ്മുടെ നാടൻ ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇന്നും. അങ്ങനെ തലേദിവസം മാറ്റിവെച്ച ആ ഒരു പ്ലേ ഏരിയയിൽ പോകാനാണ് കേട്ടോ ഇന്നത്തെ പരിപാടി. ഇന്ന് മിസ്റ്റേക്കുമില്ല അവസാനത്തെ ദിവസമാണ് കേട്ടോ. പിറ്റേ ദിവസം രാവിലെ 8:30 മണിക്ക് പാരൻസ് റിപ്പോർട്ട് ചെയ്യണം. നാളെയാണ് കുട്ടികളുടെ ക്യാമ്പിൻ്റെ വൈൻഡ് അപ്പ് സെഷൻ നടക്കുന്നത്. പാരൻസിനും ഒരുപാട് പ്രോഗ്രാംസും കാര്യങ്ങളും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഹാസിം ഇപ്പോഴാണ് കേട്ടോ ഈ ഒരു പ്ലേ ഏരിയ കാണുന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല കേട്ടോ, ആളെല്ലാ റൈഡുകളിലും കയറി കളിയായിരുന്നു. കൂടെ ഞങ്ങളും കൂടി കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു റിസോർട്ടിന് ചുറ്റും ഒരുപാട് ഫ്രൂട്ട്സ് മരങ്ങളുണ്ട് കേട്ടോ. റംബൂട്ടാനും മാംഗോസ്റ്റീനും ഒക്കെ ഉണ്ട്. നമുക്ക് പറിക്കാൻ പാടില്ല. പോകുന്ന സമയത്ത് നമുക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് പാക്ക് ചെയ്ത് തരും കേട്ടോ. 2 ദിവസം നമ്മൾ മിസ്റ്റേക്കുമിൽ തന്നെ ആയതുകൊണ്ട് ഒരുപാട് ഫാമിലീസിനെ കാണാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ഏരിയയിൽ തന്നെയാണ് അവർ ക്യാമ്പ് ഫയറും കാര്യങ്ങളും എല്ലാം അറേഞ്ച് ചെയ്തേക്കുന്നത്. ഇത് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ. നമ്മൾ നേരത്തെ തന്നെ റെഡി ആയിട്ടുണ്ടായിരുന്നു. 8:30 മണിക്ക് നമുക്കവിടെ റിപ്പോർട്ട് ചെയ്യണം. അങ്ങനെ മനസ്സോടെ മിസ്റ്റേക്യൂവിനോട് യാത്ര പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങുവാണ് കേട്ടോ. ഇവിടുന്ന് 2 കിലോമീറ്റർ ദൂരമുള്ളൂങ്കിലും റോഡ് വളരെ മോശമായതുകൊണ്ട് തന്നെ നമ്മൾ വേറെ വണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ക്യാമ്പിലെത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫൈനലി നമ്മളിതേ സത്വ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ പാരൻസിന് വേണ്ടിയിട്ട് കുറേ പ്രോഗ്രാമുകളും കാര്യങ്ങളും എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ പ്രോഗ്രാമുകൾ സ്റ്റാർട്ട് ചെയ്തു. മക്കൾക്കുണ്ടായ പോലെ തന്നെ ഒരുപാട് ഗെയിം ആക്ടിവിറ്റീസ് ആയിരുന്നു കേട്ടോ. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നമുക്ക് ഒരുപാട് പേര് കപ്പിൾസ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഗെയിമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. 2 മണിക്കൂർ പോയതേ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. 11 മണിയാകുമ്പോഴാണ് കേട്ടോ നമ്മുടെ വണ്ടികളൊക്കെ വരാൻ പോകുന്നത്. ഇന്ന് പാരൻസിന് വേണ്ടിയിട്ടുള്ള ട്രക്കിംഗ് ആണ് നടക്കാൻ പോകുന്നത്. നമ്മൾ കുരിശുമലയിലേക്കാണ് കേട്ടോ പോകുന്നത്. ഇതാണ് ഈ ഒരു പരിപാടിയിലുണ്ടായിരുന്ന ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു സംഭവം. അപ്പോൾ ട്രക്കിങ്ങിൻ്റെ അടിപൊളി വീഡിയോയും വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. അപ്പോൾ ഇന്നത്രയൊക്കെയുള്ളൂ. നാളെ കാണാം.